രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ച മഹാദുരന്തം അഹമ്മദാബാദിൽ നടന്നത് കണ്ണീർ തോരാതെ ഓരോ കുടുംബവും. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പറന്നുയർന്നവർക്ക് ദാരുണ അന്ത്യം ലഭിച്ചത് നനച്ചിരിക്കാത്ത വേളയിൽ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 8 പേർ നൽകിയ സാമ്പിളുകൾ ഇനിയും പൊരുത്തപ്പെട്ടിട്ടില്ല. 247 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 232 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. പത്തനംതിട്ട പുല്ലാട് സ്വദേശം അപകടം നടന്ന് ഇന്നേ വരേക്കും രഞ്ജിതയുടെ മൃതശരീരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് കണ്ണീർ തോരാതെ. അത് കേട്ടവർക്കാകെ നൽകിയതും പൊന്നുമക്കളുടെ ഭാവിക്ക് വേണ്ടി, തൻ്റെ ക്യാൻസർ ബാധിച്ച അമ്മയെ സംരക്ഷിക്കുവാൻ വേണ്ടി നാട്ടിലേക്ക് ഏതാനും മാസങ്ങൾക്ക് ശേഷം എത്തുവാനുള്ള പ്രിയപ്പെട്ട രഞ്ജിത സർവർക്കും വേദന നൽകിക്കൊണ്ട് തന്നെയാണ് വിട പറഞ്ഞു പോയത്. ഇതുവരേക്കും പരിശോധനയിലൂടെ എങ്ങനെയാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത്? ഓരോ മനുഷ്യകോശത്തിലും കാണപ്പെടുന്ന തനതായ ജനതിക കോഡാണ് DNA. ശരീരത്തിലെ ഏതെങ്കിലും കോശം, അസ്ഥി, പല്ല് എന്നിവയിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കാൻ കഴിയും. വൻ സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന താപമുള്ള സ്ഥലങ്ങളിലോ സാധ്യമാണ്. ഫോറൻസിക് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അപകട സ്ഥലങ്ങളിൽ നിന്ന് ഈ സാമ്പിളുകൾ ശേഖരിക്കും. തുടർന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾ നൽകുന്ന റഫറൻസ് DNAയുമായോ വ്യക്തിഗത വസ്തുക്കളായ പല്ല് തേക്കാൻ ഉപയോഗിച്ച ബ്രഷുകൾ, ചീപ്പുകൾ, പഴയ മെഡിക്കൽ രേഖകൾ എന്നിവയുമായോ അവ താരതമ്യം ചെയ്യും. DNA പ്രൊഫൈലിംഗ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ഒട്ടേറെ മനുഷ്യജീവനുകൾ കത്തിനശിച്ച് ഇല്ലാതായ ഈ മഹാവിപത്തിന്റെ കാരണം എന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അത്ഭുതകരമായി തന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ അപകടത്തിന്റെ പിന്നിൽ ഇയാളുടെ കരങ്ങളാണ് എന്നുള്ള വാർത്തയായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് വിശ്വാസ് കുമാറിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തലുകളും. ആ അത്ഭുതകരമായ രക്ഷപ്പെടലിനു പിന്നിൽ പല സംശയങ്ങൾ ഇത് കേട്ടവർക്കാകെ നൽകിയിരുന്നു. അത് എന്തുകൊണ്ടെന്നാൽ ടേക്ക് ഓഫ് കഴിഞ്ഞ് 1 മിനിറ്റിനുള്ളിൽ തന്നെ വിമാനം പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിനിടയിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ മാത്രമായി രക്ഷപ്പെടുന്നത് എന്നുള്ള ചിലരുടെ സംശയങ്ങൾ. അത്തരത്തിൽ തന്നെ സംശയങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ ആരോ നൽകിയത്. എന്നാൽ ആ കാര്യം പൂർണ്ണമായും വ്യാജമാണ് എന്നാണ് പിന്നാലെ അറിയാൻ സാധിച്ചത്. ഒരിക്കലും വിശ്വാസ് കുമാറിന് ഈ കാര്യവുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അദ്ദേഹം തന്നെ തൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഭാഗ്യം അയാളെ തുണച്ചു. നിലംപൊത്തിയ വിമാനത്തിൽ നിന്നും തീ പടരുന്ന മുന്നേ അയാൾക്ക് പുറത്ത് കടക്കാൻ കഴിയും.